എല്ലാവരും ഇവിടെ നോക്കിക്കോളൂ. നമ്മൾ ഇന്നലെ വരച്ച പടം ഞാൻ ഒന്നുകൂടെ ഒന്ന് വരയ്ക്കുകയാണ്. നമ്മൾ ഇപ്പൊ എന്താ പഠിക്കാൻ പോകുന്നത് അറിയാം? എക്സ്പെരിമെന്റൽ സ്റ്റഡി ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു എന്താണ് ഹാൾവാച്ച് ആൻഡ് ലെനാർഡ് എക്സ്പെരിമെന്റ് ഇല്ലേ? അവരുടെ ഹാൾവാച്ച് ലെനാർഡിന്റെ എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ 4 ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. ആ 4 ഗ്രാഫ് ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, നോക്കിക്കോളൂ. ഞാൻ ഈ പടം ജസ്റ്റ് ഇവിടോട്ട് വരയ്ക്കാം. നിങ്ങൾ ഇത് ഇന്നലെ വരച്ചാണ്, വരയ്ക്കാത്തവർക്ക് പഠിക്കാം. ഇങ്ങനെ ഒരു ഇവാക്യുവേറ്റഡ് ചേംബർ ആണ്. ഈ ഇവാക്യുവേറ്റഡ് ചേംബറിന്റെ ഇവിടെ വിൻഡോ ആണ്, ഇവിടെ എമിറ്റർ പ്ലേറ്റ് ആണ്, ഇവിടെ എമിറ്റർ പ്ലേറ്റ്, ഇവിടെ കളക്ടർ പ്ലേറ്റ് ആണ്. ഇവിടെ നിന്ന് എന്താണ് ഒരു കണക്ഷൻ ഇങ്ങനെ വന്നിട്ട് അതെന്ത് ചെയ്യുക, അത് നേരെ കമ്മ്യൂട്ടേറ്ററിലോട്ട് വന്ന് കണക്ട് ആയിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് കമ്മ്യൂട്ടേറ്ററിന് 1 2 3 ടെർമിനൽ, ഇവിടെ 1 2 3 ടെർമിനൽ ഇവിടെ ഉണ്ട്. ഇനിയും ഇവിടെ ഈ ഇപ്പുറത്തുനിന്ന് ഈ കളക്ടർ പ്ലേറ്റിൽ നിന്ന് ഒരു വയർ വന്നിട്ട് അത് നേരെ വന്നിട്ട് കമ്മ്യൂട്ടേറ്ററിന്റെ ഈ ഭാഗത്ത് വന്ന് കണക്ട് ആയിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ ഇത് തമ്മിൽ കണക്റ്റഡ് ആണ്, അതേപോലെ തന്നെ ഇത് തമ്മിലും കണക്റ്റഡ് ആണ്. ഓക്കെ ആണല്ലോ? ഇനി ഇത് നേരെ എവിടെ കൊണ്ട് കണക്ട് ചെയ്യാൻ പോകുന്നറിയോ? ഇത് നേരെ നമ്മൾ ഒരു വോൾട്ടിമീറ്ററിലോട്ട് കൊണ്ട് കണക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇത് എന്ത് ചെയ്യുന്നു, ഒരു മൈക്രോ അമ്മീറ്ററിന്റെ സഹായത്തോടു കൂടി ആ കണക്ഷൻ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാണ്. എന്നിട്ട് ഇവിടെ നിന്ന് വീണ്ടും ഒരു കണക്ഷൻ എടുക്കുന്നു, അത് ബാറ്ററിയുടെ പോസിറ്റീവിലോട്ട് കൊടുക്കുന്നു. ഇത് ബാറ്ററിയുടെ നെഗറ്റീവ് എന്ന് ഇങ്ങനെ കണക്ഷൻ എടുത്തിട്ട് അത് റിയോസ്റ്റാറ്റിന്റെ ഒരറ്റത്തോട്ട് കൊടുക്കുന്നു. ഇവിടെ റിയോസ്റ്റാറ്റ് ആണ്. ഈ റിയോസ്റ്റാറ്റ് എന്നൊരു കണക്ഷൻ എടുത്തിട്ട് അതിന്റെ ഈ കണക്ഷൻ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റ്. ഓക്കെ ആണല്ലോ? ഇത് വെച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഇന്നലെ നമ്മൾ ഇത് പറഞ്ഞതാണ്. നോക്കിയേ, ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ഇതാണ് നമ്മുടെ മെറ്റൽ സർഫസ്. ഈ മെറ്റൽ സർഫസിലോട്ട് നമ്മൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മെറ്റൽ സർഫസിലോട്ട് ലൈറ്റ് റേ വന്ന് വീണ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഇജക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഈ ഇലക്ട്രോൺസ് ഇജക്ട് നമുക്കറിയാം. ഇപ്പൊ ഈ ലൈറ്റ് വന്ന് വീണില്ല എന്ന് വിചാരിച്ചോ. ഈ ലൈറ്റ് വന്ന് വീണില്ല എങ്കിൽ ഈ അമ്മീറ്റർ റീഡിങ് കാണിക്കത്തില്ല. ഇത് കീ ഓൺ ആണെങ്കിൽ പോലും ഇവിടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ അമ്മീറ്റർ റീഡിങ് കാണിക്കത്തില്ല. കാരണം എന്താ അറിയോ? ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആണ്. ഈ പോസിറ്റീവിന്റെ കണക്ഷൻ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇത് കണക്ട് ചെയ്ത് ഇതുവഴി ഇങ്ങനെ വന്ന്, കണ്ടോ? ഇത് പോസിറ്റീവ്, ഇതപ്പം പോസിറ്റീവ് ടെർമിനലായിട്ട് മാറി. അതേപോലെ നെഗറ്റീവ് എങ്ങനെയാ? നെഗറ്റീവ് ഇങ്ങനെ വന്ന് ഇതിങ്ങനെ ത്രൂ ഇതുവഴി വന്നിട്ട് നെഗറ്റീവ് വന്നിട്ട് ഇത് നെഗറ്റീവ് ടെർമിനലായിട്ട് മാറി. പക്ഷേ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നില്ല? ഇലക്ട്രോൺസ് ഉണ്ട്, ഇവര് തമ്മിൽ ഒരു കണക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആകുന്നില്ല. അപ്പൊ ഇവര് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലൈറ്റ്, ഞാൻ ഇതുവഴി ലൈറ്റ് എപ്പോൾ അടുപ്പിക്കാൻ തുടങ്ങുന്നു, ഇതുവഴി ലൈറ്റ് ഞാൻ എപ്പോൾ ഇതിൽ അടുപ്പിക്കാൻ തുടങ്ങുന്നു, അപ്പോൾ ഈ അമ്മീറ്ററിനകത്ത് റീഡിങ് കാണിക്കും. അതിനർത്ഥം എന്തുവാ? ഇവർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായി എന്നല്ലേ? ഇത് എമിറ്റർ പ്ലേറ്റ് ആണ്, ഇത് കളക്ടർ പ്ലേറ്റ് ആണ്. ഇവർ തമ്മിൽ കണക്ഷൻ ഉണ്ടായി. ഇവർ തമ്മിൽ എങ്ങനെയാ കണക്ഷൻ ഉണ്ടായത്? ഈ ലൈറ്റ് വന്ന് വീണപ്പോൾ ഈ മെറ്റലിന്റെ അകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസ്
പുറത്ത് ചാടുകയും ആ ചാടിയ പുറത്ത് ചാടിയ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നറിയാമോ ഈ കളക്ടർ പ്ലേറ്റിലേക്ക് മൂവ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഇവർ തമ്മിൽ കണക്ഷൻ വന്നു, അമ്മീറ്ററിനകത്ത് റീഡിംഗ് കാണിച്ചു. ആ ഉണ്ടാകുന്ന കറണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോട്ടോ കറണ്ട് എന്ന് പറയുന്നത്. ഇവിടുന്ന് പുറത്തോട്ട് എമിറ്റ് ചെയ്ത ഇലക്ട്രോണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോട്ടോ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഈ എഫക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. എന്നാൽ ഹാൾവാച്ചും ലെനാർഡും എന്ത് ചെയ്തെന്നറിയാമോ, ഇതിന്റെ പല എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കി. അതിൽ ഒരു എക്സ്പെരിമെന്റ് ആണ് ഇതിന്റെ ഇന്റൻസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ഈ ഫോട്ടോ കറണ്ട്. ഇവിടെ ഉണ്ടാകുന്ന ഫോട്ടോ കറണ്ട് ഈ വന്നു വീഴുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അതായത് കൂടുതൽ ഇന്റൻസിറ്റി ഉള്ള വെട്ടം വന്ന് വീണ് കഴിഞ്ഞാൽ ഇവിടത്തെ ഫോട്ടോ കറണ്ടിന്റെ അളവ് കൂടും. അതെങ്ങനെയാണെന്ന് അറിയാമോ? നിങ്ങൾ എപ്പോഴും ആലോചിക്കണം. ഇത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിച്ചോണം കേട്ടോ. അതായത് ഗ്രാഫ് അല്ലെങ്കിൽ ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ കാണാതെ പഠിച്ചാൽ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്റൻസിറ്റി, ഒരു ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൈറ്റിനകത്തുള്ള ഫോട്ടോൺസ് എന്ന് പറയുന്ന പാർട്ടിക്കിളിന്റെ എണ്ണം കൂടുക എന്ന അർത്ഥം. ഓക്കെ ആണല്ലോ, ശ്രദ്ധിച്ചോണം. അതായത് ഒരു ലൈറ്റിന്റെ ഇന്റൻസിറ്റി കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള, നമുക്കറിയാലോ ഇന്റൻസിറ്റി കൂടുക എന്ന് പറയുമ്പോൾ അതിന്റെ ബ്രൈറ്റ്നസ് കൂടുക എന്നും കൂടെ അർത്ഥമുണ്ട്. ഈ ബ്രൈറ്റ്നസ് കൂടാൻ കാരണം അതിനകത്ത് കൂടുതൽ ലൈറ്റ് പാർട്ടിക്കിൾസ് ഉള്ളതുകൊണ്ടാണ്, കൂടുതൽ ഫോട്ടോൺസ് ഉള്ളതുകൊണ്ടാണ്. ഓക്കെ. ഇപ്പം ഒരു I1 എന്ന് പറയുന്ന ഇന്റൻസിറ്റിയിൽ ചിലപ്പോൾ ആ ലൈറ്റിനകത്ത് ഒരു 10 ഫോട്ടോൺസ് ഉണ്ടെങ്കിൽ I2, ഇതൊന്നും വരയ്ക്കല്ലേ എഴുതല്ലേ, ഇതൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുന്നതാണ്. I2 എന്ന് പറയുന്ന ഇന്റൻസിറ്റിയിൽ അതിനകത്ത് ചിലപ്പോൾ ഒരു 20 ഫോട്ടോൺസ് കാണും. I3 എന്ന് പറയുന്ന ഇന്റൻസിറ്റി കൂടെ കുറച്ചുകൂടെ കൂട്ടുവാണെങ്കിൽ അതൊരു 30 ഫോട്ടോൺസ് കാണും. മനസ്സിലായോ? അപ്പൊ ഇന്റൻസിറ്റി കൂടിയാൽ ഫോട്ടോൺസിന്റെ എണ്ണം കൂടുന്നുണ്ടാവും ആ ലൈറ്റിനകത്തുള്ളത്. അപ്പോൾ ഇന്റൻസിറ്റി കൂടിയാൽ നമ്മളല്ല ഹാൾവാച്ചും ലെനാർഡും പറഞ്ഞ എന്താണെന്നറിയാമോ, ഇവിടെ കാണിക്കുന്ന ഫോട്ടോ കറണ്ടിന്റെ എമൗണ്ട് ചിലപ്പം ഈ പറഞ്ഞ പോലെ I10 ഫോട്ടോൺസ് അല്ലെ I1 ഇന്റൻസിറ്റിയിൽ 1 മൈക്രോ ആംബിയർ ആയിരിക്കും കാണിക്കുന്നത്. I2 ഇന്റൻസിറ്റി വന്നപ്പോൾ അത് 3 മൈക്രോ ആംബിയർ ആയി കാണും. I3 ഇന്റൻസിറ്റി വന്നപ്പോൾ അത് 5 മൈക്രോ ആംബിയർ ആയി കാണും. അപ്പം അതിൽ നിന്ന് അവർക്ക് മനസ്സിലായത് എന്താണെന്നറിയാമോ, ഇന്റൻസിറ്റി കൂടുമ്പോൾ ഫോട്ടോ കറണ്ട് കൂടുന്നുണ്ട്. അതിന് ലോജിക്കൽ മീനിങ് എന്താണെന്നറിയാമോ, ഇന്റൻസിറ്റി കൂടുക എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ഫോട്ടോൺസിന്റെ എണ്ണം കൂടുക എന്നർത്ഥം. ഈ ഫോട്ടോൺസിന്റെ എണ്ണം കൂടിയാൽ എന്താ ഗുണമെന്ന് അറിയാമോ? അതായത് ഒരു ഫോട്ടോൺ, നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. ഇപ്പം ഇവിടെ ഒരു 10 ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. 10 ഒരു 4 എണ്ണം കൂട്ടാം. ഓക്കെ, 4 എണ്ണം ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതിലോട്ട് ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ ഈ 4 ഫ്രീ ഇലക്ട്രോൺസിനെ പുറത്തേക്ക് വിടണമെങ്കിൽ 4 ഫോട്ടോൺ വന്നിടിക്കണം. ഇതൊരു ഫോട്ടോൺ ആണ്, ഇതൊരു ഫോട്ടോൺ ആണ്, ഇതൊരു ഫോട്ടോൺ ആണ്, ഇതൊരു ഫോട്ടോൺ ആണ്. ഈ ഫോട്ടോൺ ഈ ഇലക്ട്രോണെ ഇടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ, ഈ ഇലക്ട്രോൺ പുറത്തേയാടും. ഈ ഫോട്ടോൺ ഇവനെ ചെന്നിരിക്കുമ്പോൾ ഈ ഇലക്ട്രോൺ പുറത്തേയാടും. ഈ ഫോട്ടോൺ ഇതിനെ ചെന്നിരിക്കുമ്പോൾ ഈ ഇലക്ട്രോൺ പുറത്തേയാടും. ഈ ഫോട്ടോൺ ഇതിനെ ചെന്നിരിക്കുമ്പോൾ ഈ ഇലക്ട്രോൺ പുറത്തേയാടും. അപ്പം ഒരു ഫോട്ടോൺ ചെന്നിരിക്കുമ്പോൾ ഒരു ഫ്രീ ഇലക്ട്രോൺ പുറത്തേയാടും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ 10 ഫോട്ടോൺ ഇടിച്ചു കഴിഞ്ഞാൽ 10 ഫോട്ടോ ഇലക്ട്രോൺസ് പുറത്തേയാടത്തില്ലേ? അപ്പൊ 20 ഫോട്ടോൺ ചെന്നിടിച്ചാൽ 20 ഇലക്ട്രോൺസ് പുറത്ത് ചാടത്തില്ലേ? 30 ഫോട്ടോൺ ചെന്നിടിച്ചു കഴിഞ്ഞാൽ 30 ഇലക്ട്രോൺസ് ആയിരിക്കുമല്ലോ പുറത്ത് ചാടുന്നത്. അപ്പൊ കൂടുതൽ ഇലക്ട്രോൺസ് പുറത്ത് ചാടുന്നതിനനുസരിച്ച് കൂടുതൽ ഇലക്ട്രോൺസ് ഫ്ലോ ഉണ്ടാവും. അപ്പൊ എന്ത് സംഭവിക്കും? കൂടുതൽ കറണ്ട് ഉണ്ടാവും. അതാണ് ഫസ്റ്റ് ഗ്രാഫ് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമുക്ക് വേണമെങ്കിൽ കാണാതെ പഠിക്കാം. എന്താ? ഇന്റൻസിറ്റി ഈസ് ഫോട്ടോ കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്. നമുക്ക് കാണാതെ പഠിക്കാം. പക്ഷേ ലോജിക്കൽ മീനിങ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനിയുള്ള ഗ്രാഫൊക്കെ മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചെയ്യാനും എളുപ്പമായിരിക്കും. ഇന്റൻസിറ്റി കൂടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിനകത്തെ ഫോട്ടോൺ എണ്ണം കൂടുക എന്നർത്ഥം. അപ്പം എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ലൈറ്റ് ആണ് പഠിക്കുന്നത് കൊണ്ട് ഒരു പാർട്ടിക്കിളിനെ ഇളക്കിയെടുക്കാനാണ് ഇത്. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാണ്. ഞാൻ ഒരു വീട് കൺസിഡർ ചെയ്യുന്നു. ആ വീടിന്റെ ഭിത്തി തേച്ചതേ ഉള്ളൂ. അതായത് എന്താ, പാറപ്പൊടിയും അല്ലെങ്കിൽ എംസാൻഡും ഒക്കെ ഇട്ട് സിമെന്റ് ഒക്കെ ഇട്ട് തേച്ച് നല്ല കുട്ടപ്പനാക്കി വെച്ചിരിക്കുക. അപ്പൊ ഇന്ന് രാവിലെയാണ് പണി തുടങ്ങിയത്. ഉച്ചയായപ്പം ഞാനൊരു കല്ലെടുത്ത് ഒറ്റയേറ് ആ തേച്ച ആ ഭാഗത്തോട്ടേക്ക് എറിയാണ്. അപ്പൊ എന്താ, ആ ഭിത്തിയിലെ ഫുള്ള് സിമെന്റ് ഇളകി വീഴത്തില്ലല്ലോ. ആ ഒരു പർട്ടിക്കുലർ ഭാഗത്തെ ആ കുറച്ച് സിമെന്റ് ആയിരിക്കുമല്ലോ പുറത്തോട്ട് ഇളകി വരുന്നത്. അത് അതിന്റെ പാർട്ടിക്കിൾ നേച്ചർ എക്സിബിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഞാനൊരു പാർട്ടിക്കിളിനെയാണ് എറിയുന്നത്, അപ്പൊ അവിടുന്ന് കുറച്ച് പാർട്ടിക്കിൾസ് ആണ് പുറത്തേക്ക് വീഴുന്നത്. മനസ്സിലായോ? ഇവിടെ അതേപോലെ തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്, ഇവിടെയും കൺസിഡർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഫോട്ടോൺ ചെന്നിടിക്കുമ്പോൾ ഒരു ഇലക്ട്രോൺ ആണ് പുറത്തേയാടുന്നത്. അപ്പൊ 10 ഫോട്ടോൺ ചെന്നിടിച്ചാൽ 10 ഇലക്ട്രോൺ പുറത്തേയാടും. 20 ഫോട്ടോൺ ഇടിച്ചാൽ 20 ഫോട്ടോൺ ഇലക്ട്രോൺ പുറത്തേയാടും. 30 ഫോട്ടോൺ ഇടിച്ചു കഴിഞ്ഞാൽ 30 ഇലക്ട്രോൺ പുറത്തേയാടും.
അപ്പം കൂടുതൽ ഇലക്ട്രോൺസ് പുറത്ത് ചാടുന്നതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള ഫോട്ടോ കറണ്ട് ഉണ്ടാവും, അവിടെ റീഡിങ് കൂടും. അപ്പം ഇന്റൻസിറ്റി കൂടിയാൽ അവിടെ ഉണ്ടാകുന്ന ഫോട്ടോ കറണ്ട് കൂടുമെന്നാണ് പറയുന്നത്. അതിന്റെ കാരണം ഇന്റൻസിറ്റി കൂടിയാൽ ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടും. ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുന്നത് എങ്ങനെയാണ്? അതിൽ ഇന്റൻസിറ്റി കൂടുമ്പോൾ അതിലുള്ള ഫോട്ടോൺസിന്റെ എണ്ണം കൂടുന്നതുകൊണ്ടാണ്. ഫോട്ടോൺസ് ഇപ്പം 10 ഫോട്ടോൺ ഇപ്പൊ I1 ഇന്റൻസിറ്റിയിൽ 10 ഫോട്ടോൺസ് ഒരു മെറ്റൽ സർഫസിൽ വന്ന് വീണ് കഴിഞ്ഞാൽ 10 ഇലക്ട്രോൺസ് പുറത്ത് ചാടുമെന്ന് വിചാരിക്കുക. ഞാനൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞത് കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടി. അങ്ങനെ ഒരു കണക്കൊന്നും ഇല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. അപ്പൊ ഇന്റൻസിറ്റി ഞാൻ കൂട്ടി I2 ആക്കി, അതിനകത്ത് 20 ഫോട്ടോൺസ് ഉണ്ടെങ്കിൽ അത് മെറ്റൽ സർഫസിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ 20 ഇലക്ട്രോൺസ് ആയിരിക്കും പുറത്ത് ചാടുന്നത്. അപ്പൊ 10 ഇലക്ട്രോൺസ് ഒഴുകി ഉണ്ടാകുന്ന കറണ്ടിനെക്കാട്ടിലും എന്തുകൊണ്ടും സ്ട്രോങ് കറണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ കറണ്ട് ആയിരിക്കും 20 ഇലക്ട്രോൺസ് ഒഴുകി ഉണ്ടാകുന്ന കറണ്ട്. അതിനെക്കാട്ടിലും കൂടുതലായിരിക്കും 30 ഇലക്ട്രോൺസ് ഒഴുകുന്ന കറണ്ട്. മനസ്സിലായ? അപ്പം ആദ്യത്തെ ഗ്രാഫ് ഇവിടെ മുതൽ നിങ്ങൾക്ക് എഴുതാനുള്ളതാണ്. ആദ്യത്തെ ഗ്രാഫ് ഈ എക്സ്പെരിമെന്റ് വരെ നമ്മൾ ഇന്നലെ വരച്ചാണ്. അപ്പൊ അത് അവിടെ കിടക്കട്ടെ, ഇത് വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. അപ്പൊ ആദ്യത്തെ ഇതിനകത്ത് ഇന്നലത്തെ എഴുതി കഴിഞ്ഞ് ഗ്രാഫ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ടോപ്പിക് എന്താണെന്നറിയോ? എഫക്റ്റ് ഓഫ് intensity of light on photocurrent. അതായത് എഫക്റ്റ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഓൺ ഫോട്ടോ കറണ്ട്. ഫോട്ടോ കറണ്ടിലെ ഇന്റൻസിറ്റിക്കുള്ള എഫക്റ്റ് എന്താണ്? ഒന്നുമില്ല. എന്താണെന്നറിയോ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഗ്രാഫ് തന്നെ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഇവിടെ ഫോട്ടോ കറണ്ട്, ഇവിടെ എന്താണ്? ഇന്റൻസിറ്റി. ഇന്നലെ നമ്മൾ പടം വരച്ചു കഴിഞ്ഞിട്ട് ബാക്കി എഴുതാനുള്ള ആദ്യത്തെ ടോപ്പിക് ആണ് കേട്ടോ ഇത്. എഫക്റ്റ് ഓഫ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഓൺ ഫോട്ടോ കറണ്ട്. ഓക്കെ, അപ്പം ഇന്റൻസിറ്റി കൂടിയാൽ ഫോട്ടോ കറണ്ട് കൂടുമെങ്കിൽ ഉറപ്പായിട്ടും ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ ആയിരിക്കും. അതിനർത്ഥം ഫോട്ടോ കറണ്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇന്റൻസിറ്റി, അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രോൺസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇന്റൻസിറ്റി എന്ന് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കാം, ഇവിടെ ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ടിട്ട് ഒരു കാര്യം കൊടുക്കാം. we obtain a straight line graph which indicates that photo current increases with increase in intensity of light. അതായത് ഉദ്ദേശിക്കുന്നത് ഇന്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് ഫോട്ടോ കറണ്ട് കൂടും എന്നുള്ള കാര്യം മാത്രമാണ്. അപ്പം ഗ്രാഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, റിലേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ പാസിംഗ് ത്രൂ ഒറിജിൻ ആയിരിക്കും. നന്ദിതയ്ക്ക് ഗ്രാഫ് കുറെ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, അല്ലയോ? നന്ദിതയാണോ എന്നോട് പറഞ്ഞത്? ആരും 2-3 പേര് പറഞ്ഞു. നന്ദിത പറഞ്ഞായിരുന്നോ? ഓക്കെ ആണോ ഇത്? നന്ദിത ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഓക്കെ ആണെങ്കിൽ ഇപ്പൊ ഒന്ന് പറഞ്ഞേരെ, ഹാൻഡ് റൈസ് ചെയ്താലും മതി. ബാക്കിയുള്ളവർക്കെല്ലാം ഈ ഗ്രാഫ്, ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? എന്ന് ഹാൻഡ് റൈസ് ചെയ്തേ, മനസ്സിലായവരെല്ലാം. ഓക്കെ, ഫൈൻ. ഇനി രണ്ടാമത്തെ ഗ്രാഫ്, ഇതിപ്പോ ആദ്യത്തെ എഫക്റ്റ് ഇന്റൻസിറ്റി ആയിരുന്നു. രണ്ടാമത്തെ ഗ്രാഫ് എഫക്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഓഫ് കളക്ടർ പ്ലേറ്റ് with respect to emitter plate. ഇവിടെ കീപ്പിംഗ് ഇന്റൻസിറ്റി ബ്രാക്കറ്റിൽ എഴുതിക്കോ. കീപ്പിംഗ്
intensity and frequency constant, keeping intensity and frequency constant. അതായത് നമുക്ക് വേണ്ടത് എഫക്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഓഫ് കളക്ടർ പ്ലേറ്റ് വിത്ത് റെസ്പെക്ട് ടു എമിറ്റർ പ്ലേറ്റ്. നമ്മൾ ഈ കളക്ടർ പ്ലേറ്റിന്റെ എമിറ്റർ പ്ലേറ്റിന്റെയും പൊട്ടൻഷ്യൽ മാറുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ ഗ്രാഫിക്കലി എന്ത് വ്യത്യാസം ഉണ്ടാവും, അവിടെ എന്തൊക്കെയാണ് കൺസെപ്റ്റ് എന്നാണ് പറയുന്നത്. ഈ കേസിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇന്റൻസിറ്റിയും കോൺസ്റ്റന്റ് ആണ്, ഫ്രീക്വൻസിയും കോൺസ്റ്റന്റ് ആണെന്നുള്ള കാര്യം ആലോചിക്കണം. ഓക്കെ ആണല്ലോ. അപ്പം അതെങ്ങനെയാണെന്നറിയാമോ, നമ്മൾ അതിന്റെ കൺസെപ്റ്റ് പറഞ്ഞുതരാം. കൺസെപ്റ്റ് ഒന്നും എഴുതണ്ട, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാമെന്ന് നോക്കിയോ. ഞാൻ I1 എന്ന് പറയുന്ന ഒരു ഇന്റൻസിറ്റിയിൽ ഒരു ലൈറ്റ് റേ രണ്ട് ഈ എമിറ്റർ പ്ലേറ്റിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ മെറ്റൽ സർഫസിൽ കൊണ്ടുവന്ന് ഇൻസിഡന്റ് ചെയ്യിക്കാൻ പോവാം. ഓക്കെ, I1 എന്ന് പറയുന്ന ലൈറ്റിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ലൈറ്റ് പാർട്ടിക്കിൾസ് ആയിട്ട് 10 ഫോട്ടോൺസ് ഉണ്ട്. 10 ഫോട്ടോൺസ് ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 10 ഇലക്ട്രോൺസ് ആയിരിക്കും പുറത്തിറങ്ങുന്നത്. ഓക്കെ ആണല്ലോ. എന്നാൽ ഈ 10 ഇലക്ട്രോൺസിനും എന്തിനുള്ള കഴിവില്ല, 10 ഇലക്ട്രോൺസിനും വേണ്ട ഇങ്ങോട്ടേക്ക് ഒരേ സമയം ഫ്ലോ ചെയ്ത് പോകാനുള്ള കഴിവില്ല. 10ൽ 2 എണ്ണമായിരിക്കും തന്നെത്താൻ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നത്. അതിനർത്ഥം നമ്മൾ പൊട്ടൻഷ്യൽ ഈ സിക്ക് പൊട്ടൻഷ്യൽ ഒന്നും കൊടുത്തില്ലെങ്കിലും എന്ത് ചെയ്യും, 2 ഇലക്ട്രോൺസ് ഇതിനകത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യും. അപ്പൊ 2 ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോൾ അതുമൂലം അവിടെ ഒരു ഫോട്ടോ കറന്റ് ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. പിന്നീട് നമുക്ക് ഈ കമ്മ്യൂട്ടേറ്ററിന്റെ സഹായത്തോടുകൂടി, കമ്മ്യൂട്ടേറ്ററിന്റെ സഹായം എന്ന് പറയുമ്പോൾ ഇതാണ് കമ്മ്യൂട്ടേറ്റർ. ഈ കമ്മ്യൂട്ടേറ്ററിന്റെ സഹായത്തോടുകൂടി നമുക്കറിയാം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന പാർട്ടിക്കിൾസ് ഇലക്ട്രോൺ ആണ്. കൂടുതൽ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യപ്പെടണമെങ്കിൽ ഈ സി എന്ന് പറയുന്ന കളക്ടർ പ്ലേറ്റിന്റെ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആക്കണം. അത് നമുക്ക് പറ്റും. എങ്ങനെ പറ്റുമെന്ന് അറിയാമോ? ദാണ്ട് ഈ പോസിറ്റീവ് ആയിട്ടുള്ള ബാറ്ററിയുടെ ടെർമിനൽ അതുമായിട്ട് കണക്ഷൻ കൊണ്ടുവന്നാൽ മതി. അതിനുവേണ്ടി ദാണ്ട് ഈ ടെർമിനലിനെ കണക്ട് ചെയ്താൽ മതി. കണ്ടോ, ഈ ടെർമിനലിനെ കണക്ട് ചെയ്യുക. കുഞ്ഞുങ്ങളെ, ഞാൻ ഈ പടത്തിനകത്ത് ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. അത് ഈ നടുക്കത്തെ ടെർമിനലിൽ നിന്നായിരുന്നു ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടത്. ഓക്കെ, ഇതായിരുന്നു ഇതിനകത്ത് വ്യത്യാസം. നോക്കിയോ, എനിക്ക് ഇതിനകത്ത് ഓൾറെഡി ഇന്നലെ ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെ വരച്ചു, ഇന്ന് വരച്ചപ്പോൾ തെറ്റിപ്പോയി. ഓക്കെ, കുഴപ്പമില്ല. നോക്കിയോ, ഇത് പോസിറ്റീവ് ടെർമിനലിൽ കൊണ്ടുവരണമെങ്കിൽ, പോസിറ്റീവായിട്ട് കണക്ഷൻ കൊണ്ടുവരണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് നോക്കിയോ. ഞാൻ അതേണ്ട ഇതിന്റെ ഈ ടെർമിനൽ അങ്ങ് കണക്ട് ചെയ്താൽ മതി. ഏത് ടെർമിനലാണെന്നറിയാമോ? അതേണ്ട ഈ ടെർമിനൽ അങ്ങ് കണക്ട് ചെയ്യുക, അല്ലെ ഏതെങ്കിലും ഒന്നെങ്കിൽ ഇത് തമ്മിൽ കണക്ട് ചെയ്യിക്കുക, ഇത് തമ്മിൽ കണക്ട് ചെയ്യിക്കുക. ഇവിടെയും ഒരു വ്യത്യാസമുണ്ട്, ഇവിടെയും നമ്മുടെ ഇതാണ്, ഇങ്ങനെയാണ് ഈ പടമേ. ഇന്നലെ വരയ്ക്കാത്തവരെ ഒന്ന് മാറ്റി വരയ്ക്കണം. ഇന്നലെ ഞാൻ ഓൾറെഡി പടം വരച്ചു തന്നാണ്. നോക്കിക്കോളൂ, ഇവിടെ ശ്രദ്ധിച്ചോളൂ, ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ. എനിക്ക് ഇത് പോസിറ്റീവ് ടെർമിനൽ കൊണ്ടുവരണം, ഇത് പോസിറ്റീവ് ടെർമിനൽ ആക്കണം. ഇത് പോസിറ്റീവ് ടെർമിനൽ ആക്കണമെങ്കിൽ ഈ ബാറ്ററിയുമായിട്ട് അതിന് കണക്ഷൻ ഉണ്ടാവണം. അപ്പൊ എന്ത് ചെയ്താൽ മതിയോ, ഈ കമ്മ്യൂട്ടേറ്ററിന്റെ ഈ ഭാഗം കണക്ട് ചെയ്താൽ മതി. നോക്കിയോ, ഈ ഭാഗം കണക്ട് ചെയ്താൽ ഇത് നോക്കി, പച്ച വരയ്ക്കുന്ന വരെ എല്ലാം പോസിറ്റീവ് പൊളാരിറ്റി ഉള്ളതല്ലേ. നോക്കിയോ, ഇങ്ങനെ വന്ന് കണ്ടോ, ഇങ്ങനെ വരുമ്പോഴത്തേക്കും കണ്ടോ ഇതങ്ങ് പോസിറ്റീവ് പൊളാരിറ്റി ആയി മാറും. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞു വന്ന എന്താ, നമ്മൾ പറഞ്ഞു നമ്മൾ ഒരു 10 ഫോട്ടോൺസ് ഇന്റൻസിറ്റി ഉള്ള ഒരു ലൈറ്റ് റേനെ ഇതിലോട്ട് ഇൻസിഡന്റ് ചെയ്യിപ്പിച്ചപ്പോൾ ഒരു 10 ഇലക്ട്രോൺസ് പുറത്തിയാടി. 10 ഇലക്ട്രോൺസിനും ഇങ്ങോട്ടേക്ക് ഒഴുകി പോകാനുള്ള കഴിവില്ല. അതിൽ രണ്ട് ഇലക്ട്രോൺസിന് മാത്രമേ തന്നെത്താനെ മൂവ് ചെയ്യാനുള്ള കഴിവുള്ളൂ. അപ്പൊ ആ 2 ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ ചെറിയൊരു ഫോട്ടോ കറന്റ് കാണിക്കും. എന്നാൽ എനിക്ക് കൂടുതൽ ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യണമെങ്കിൽ ഇത് പോസിറ്റീവ് ടെർമിനലാക്കി മാറ്റണം. ഇത് പോസിറ്റീവ് ടെർമിനലാക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇതിന്റെ ഇവരെ കണക്ട് ഈ പോസിറ്റീവ് ടെർമിനലിനെ കമ്മ്യൂട്ടേറ്ററിന്റെ സഹായമായിട്ട് കണ്ടോ ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ വേണ്ട ഇങ്ങനെ ഇതിന് പോസിറ്റീവ് ടെർമിനൽ കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ റിയോസ്റ്റാറ്റിന്റെ സഹായത്തോടുകൂടി ഈ ബാറ്ററിക്ക് മൊത്തം 10 വോൾട്ട് കൊടുക്കാനുള്ള കഴിവുണ്ടായിരുന്നു. ഞാൻ ആദ്യം 1 വോൾട്ട് കൊടുത്തു. അപ്പം ഇപ്പം മൂന്നാമത്തെ ഇലക്ട്രോൺ ഇങ്ങോട്ട് വന്നു, പിന്നെ 2 വോൾട്ട് 3 വോൾട്ട് 4 വോൾട്ട് അങ്ങനെ 10 വോൾട്ടും കൊടുത്തപ്പോൾ ഈ 10 ഇലക്ട്രോൺസ് എന്ത് ചെയ്തു, ഇങ്ങോട്ടേക്ക് വന്നു. ഈ ഗ്രാഫ് ഇത്രയും പറഞ്ഞ എന്റെ ഗ്രാഫ് നമുക്കൊന്ന് ലോജിക്കലി ഒന്ന് വരച്ചു നോക്കാൻ നോക്കിയോളൂ. ഇത്രയും പറഞ്ഞതിന്റെ ഗ്രാഫ്
ഞാൻ പൊട്ടൻഷ്യലും അതേപോലെ തന്നെ ഫോട്ടോ കറണ്ടും തമ്മിലുള്ള ഗ്രാഫാണ് വരയ്ക്കുന്നത്. അപ്പം നോക്കിക്കോളൂ, പൊട്ടൻഷ്യലും ഫോട്ടോ കറണ്ടും തമ്മിലുള്ള ഗ്രാഫാണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പം ഇവിടെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇങ്ങോട്ടേക്ക്, ഇവിടെയും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഇങ്ങോട്ടേക്ക്. കാരണം നമ്മൾ നെഗറ്റീവ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് സൈഡിലോട്ടും വരച്ചത്. ഓക്കെ, ഇവിടാണ് നമ്മുടെ ഫോട്ടോ കറണ്ട്, ഈ മുകളിലോട്ടുള്ള ഡയറക്ഷനിലാണ് ഫോട്ടോ കറണ്ട്. ഇവിടെ ഫോട്ടോ കറണ്ട് ഗ്രാഫ് നിങ്ങൾ വരയ്ക്കേണ്ടതാണേ. ഫോട്ടോ കറണ്ട് ശ്രദ്ധിച്ചോണം, ഇത് 0 പൊട്ടൻഷ്യൽ ആണ്. ഇത് 1 വോൾട്ട്, ഇത് 2 വോൾട്ട്, ഇത് 3 വോൾട്ട്, ഇത് 4 വോൾട്ട്, ഇത് 5 വോൾട്ട്, ഇങ്ങനെ പോവാണ്. ഇതും അതേപോലെ 1 വോൾട്ട്, 2 വോൾട്ട്, അതേപോലെ തന്നെ 3 വോൾട്ട്, അതേപോലെ തന്നെ 4 വോൾട്ട്, അതേപോലെ തന്നെ 5 വോൾട്ട്, ഇതിങ്ങനെ പോവാണ്. ഓക്കെ, 10 വോൾട്ട് വരെ ഉണ്ട്, അതാണ് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നോക്കിയേ, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇവിടെ പൊട്ടൻഷ്യൽ ഒന്നും കൊടുക്കാതെ തന്നെ 2 ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്തില്ലേ. അപ്പൊ 0 പൊട്ടൻഷ്യലിൽ 2 ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്തു എന്ന് അർത്ഥം. 0 പൊട്ടൻഷ്യലിൽ 2 ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇലക്ട്രോൺസ് ഒഴുകുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഫോട്ടോ കറണ്ട് ഉണ്ടാകത്തില്ലേ. അപ്പൊ 0 പൊട്ടൻഷ്യലിൽ അതിന്റെ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും ഉണ്ടാവും. പിന്നെ ഈ കമ്മ്യൂട്ടേറ്ററിന്റെ സഹായത്തോടു കൂടി ഞാൻ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഇവിടെ കൊടുത്തു. ആദ്യം 1 വോൾട്ട് കൊടുത്തപ്പോൾ കുറച്ചുകൂടി ഇലക്ട്രോൺ, അതായത് 10 ഇലക്ട്രോൺസിൽ 2 ഇലക്ട്രോൺ പോയി, ബാക്കി ഒരു ഒരെണ്ണം കൂടെ വന്നു. പിന്നെ എന്താണ്, ഓരോ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യാൻ തുടങ്ങി. എങ്ങനെ, ഞാൻ ഇവിടുത്തെ പൊട്ടൻഷ്യൽ കൂട്ടി കൊടുക്കുന്നതിനനുസരിച്ച്. അപ്പം അതിനനുസരിച്ച് എന്ത് ചെയ്തു, ഫോട്ടോ കറണ്ട് കൂടി 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 10 ഇലക്ട്രോൺസും അങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്തു പോയി. പിന്നീട് എന്താ, 10 ഇലക്ട്രോൺസും അങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്തു പോയെങ്കിൽ പിന്നീട് കറണ്ട് കൂടത്തില്ല, പിന്നീട് കറണ്ട് കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും പോകുന്നത്. ഈ ഒരു വാല്യൂനെയാണ് നമ്മൾ സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത്. സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ I1 ഇന്റൻസിറ്റിയിൽ ഒരു 10 ഫോട്ടോൺസ് ഉള്ള ഒരു എന്താണ് ലൈറ്റിനെ മെറ്റൽ സർഫസിലോട്ട് ഇജക്ട് ചെയ്തു. അപ്പം 10 ഫോട്ടോൺ ആണ് വന്ന് അതിൽ ഇടിച്ചുകൊണ്ട് 10 ഇലക്ട്രോൺസ് പുറത്തോട്ട് ഇജക്ട് ചെയ്തു. അതിൽ 2 ഇലക്ട്രോൺസിന് മാത്രമേ തന്നെത്താൻ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള കഴിവുള്ളൂ. അപ്പം ആദ്യം ഞാൻ ഇവിടെ പൊട്ടൻഷ്യൽ ഒന്നും കൊടുത്തിട്ടില്ല, ഈ കമ്മ്യൂട്ടേറ്ററെ കണക്ട് ചെയ്തിട്ടേ ഇല്ല, ഇവരെ തമ്മിൽ കണക്ട് ചെയ്തിട്ടേ ഇല്ല. അപ്പം കണക്ട് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, 2 ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നുണ്ട്, അതുമൂലം ഒരു കറണ്ട് ഉണ്ടാകുന്നുണ്ട്. അതിനെ ഞാൻ കണ്ടോ 0 പൊട്ടൻഷ്യലിൽ ഈ കറണ്ടിനെ ഇവിടെ മാർക്ക് ചെയ്തു. പിന്നീട് കമ്മ്യൂട്ടേറ്ററിന്റെ സഹായത്തോടു കൂടി ഈ കളക്ടർ പ്ലേറ്റിന് ഞാൻ പോസിറ്റീവ് പൊട്ടൻഷ്യൽ 1 2 3 4 5 അങ്ങനെ കൂട്ടി 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 കൊടുത്തപ്പം കൂടുതൽ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യപ്പെട്ടു. അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടത്തെ ഫോട്ടോ കറണ്ടും കൂടുന്നു. കണ്ടോ, കറണ്ട് കൂടി 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 10 ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്ത് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇനി കറണ്ട് ഒന്നും കൂടാനില്ല. എന്താ, പിന്നീട് ഇങ്ങനെ ഫ്ലോ നടക്കത്തേ ഉള്ളൂ കണ്ടിന്യൂസ് ആയിട്ട്. കണ്ടോ, അപ്പം വേണ്ട, പിന്നീട് കറണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് അറിയാമോ, ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഞാൻ, അതായത് ഓപ്പോസിറ്റ് പൊട്ടൻഷ്യൽ കൊടുക്കാൻ പോകും. ഓപ്പോസിറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഈ എക്സ്പെരിമെന്റ് തന്നെ ഞാൻ ഓപ്പോസിറ്റ് പൊട്ടൻഷ്യൽ കൊടുത്ത് ചെയ്യാൻ പോവാം. അപ്പൊ വീണ്ടും ഇങ്ങനെ പോയി, ഇനി അടുത്ത് എന്ത് ചെയ്യുന്നു, വീണ്ടും I1 ഇന്റൻസിറ്റിയിൽ തന്നെ വീണ്ടും കുറച്ച് ലൈറ്റ് റേസിനെ ഇൻസിഡന്റ് ചെയ്യിപ്പിക്കുക, അങ്ങനെ കരുതുക. ഓക്കെ, അപ്പം നമുക്കറിയാം I1 ഇന്റൻസിറ്റിയിൽ പൊട്ടൻഷ്യൽ ഒന്നും കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും, കുറച്ച് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഒഴുകും. ഞാൻ രണ്ടെന്നൊരു കണക്ക് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, അങ്ങനെ അതേപോലെ തന്നെ 10 ഇലക്ട്രോൺസും 10 ഫോട്ടോൺസും നമുക്ക് ഒരു കണക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് കുറച്ച് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ടാവും. ആ ഫ്ലോ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് 0 പൊട്ടൻഷ്യൽ എന്തുണ്ടാവും, ഇവിടെ ഒരു കറണ്ട് ഉണ്ടാവും. ശരിയല്ലേ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നറിയോ, ഇങ്ങോട്ടേക്ക് ഇലക്ട്രോൺസ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങോട്ടേക്ക് ഒഴുകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്യുമല്ലോ, ഇല്ലേ, ശരിയല്ലേ. ഇങ്ങോട്ട് വന്ന ഇലക്ട്രോൺസ് തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്ത് പോകും, ശരിയല്ലേ. അങ്ങനെ റിപ്പൽ ചെയ്ത് അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ ഇവിടുത്തെ ഫോട്ടോ കറണ്ട് എന്ത് ചെയ്യും, അതെങ്ങനെയാണ് ഇവിടെ നെഗറ്റീവ് ആക്കുന്നത്, നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഇതങ്ങ് കണക്ട് ചെയ്താൽ മതി. ഇതിനെ അങ്ങ് കണക്ട് ചെയ്താൽ മതി. കണ്ടോ, ഇത് അങ്ങ് കണക്ട് ചെയ്താൽ മതി. ഇത് കണക്ട് ചെയ്യുമ്പോൾ നോക്കി, ഇവിടെ നിന്ന് ഇങ്ങനെ നെഗറ്റീവ് ടെർമിനൽ കണ്ടോ, ഇതുവഴി വന്ന് കണ്ടോ, ഇതുവഴി വന്ന് കണ്ടോ, ഇതിനെ ഈ കളക്ടർ പ്ലേറ്റിനെ എന്താക്കും, നെഗറ്റീവ് ആക്കി മാറ്റും. കണ്ടോ, അപ്പൊ നെഗറ്റീവ് ആക്കി മാറ്റുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, അവിടുത്തെ പൊട്ടൻഷ്യൽ നമുക്ക് എന്ത് ചെയ്യാം, വേരി ചെയ്യിക്കാം, ഇല്ലേ. അപ്പൊ ഞാൻ 0 പൊട്ടൻഷ്യൽ ആണ് ഇപ്പോഴും കൊടുത്തിരിക്കുന്നത്. അപ്പം ഒരു 2 കറണ്ട് ഫ്ലോ ചെയ്തിട്ട് 0 പൊട്ടൻഷ്യൽ കുറച്ച് കറണ്ട് എന്താണ് അവിടെ ഉണ്ടാവും. ഇനി ഞാൻ എന്താണ്, ഇതിന്റെ നെഗറ്റീവ് ചാർജ് കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും, ഇങ്ങോട്ടേക്ക് വന്ന ഇലക്ട്രോൺസ് എല്ലാം റിപ്പൽ ചെയ്ത് തിരിച്ചു പോകാൻ തുടങ്ങും. റിപ്പൽ ചെയ്ത് തിരിച്ചു പോകുമ്പോൾ അവിടുത്തെ ഫോട്ടോ കറണ്ട് കുറഞ്ഞ് ഏതോ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് വരുമ്പോഴത്തേക്കും അതിന്റെ ഫോട്ടോ കറണ്ട് 0 ആവും. ആ ഫോട്ടോ കറണ്ട് 0 ആകുന്ന വാല്യൂവിനെയാണ് നമ്മൾ വി നോട്ട് എന്ന് പറയുന്നത്, അതായത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്.
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരാൻ പ്രശ്നമില്ല. അതായത് ഒന്നുകൂടെ ഇത് കേട്ടോളൂ. നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ഞാൻ തന്നെ ഇവിടെ താഴോട്ട് റഫായിട്ട് വീണ്ടും ഒന്നുകൂടെ വരയ്ക്കാം. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസും ഫോട്ടോ കറണ്ടും തമ്മിലുള്ള ഐ എന്നും കൊടുക്കുകയാണ്. ഐ തമ്മിലുള്ള ഗ്രാഫാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ 1, 2, 3 ഇങ്ങോട്ടേക്ക് ഇതുപോലെ 1, 2, 3. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ ആ മെറ്റൽ സർഫസിലോട്ട് ഒരു I1 ഇന്റൻസിറ്റിയിൽ ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യിച്ചു. I1 ഇന്റൻസിറ്റിയിൽ അതിലൊരു 10 ഫോട്ടോൺസ് ഉണ്ടായിരുന്നു. ആ 10 ഫോട്ടോൺസ് ഇടിച്ചപ്പോൾ 10 ഇലക്ട്രോൺസ് പുറത്ത് ചാടി. ആ 10 ഇലക്ട്രോൺസിൽ 2 ഇലക്ട്രോൺസിനെ തന്നെത്താനെ ആ കളക്ടർ പ്ലേറ്റിലോട്ട് മൂവ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. 2 ഇലക്ട്രോൺസ് മൂവ് ചെയ്തപ്പോൾ ആ 2 ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള കറണ്ട് ആ മൈക്രോമീറ്ററിനകത്ത് കാണിച്ചു. അതായത് നിങ്ങൾ പൊട്ടൻഷ്യൽ ഒന്നും കൊടുക്കാത്തപ്പോൾ തന്നെ അവിടെ കുറച്ച് കറണ്ട് ഉണ്ട്. ഇനി നിങ്ങൾ ആ കമ്മ്യൂട്ടേറ്ററിന്റെ സഹായത്തോടു കൂടി കളക്ടർ പ്ലേറ്റിന് പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുകയാണ്. ആദ്യം 1 വോൾട്ട് കൊടുത്തു. അപ്പോൾ ഈ 2 എന്നുള്ള ഇലക്ട്രോൺസ്, അതായത് 10ൽ 2 ഇലക്ട്രോൺസ് മാത്രമേ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നുള്ളൂ. അത് 3, 4 ഒക്കെ എന്ത് ചെയ്തു? വരാനായിട്ട് തുടങ്ങി. 1, 2, 3. അപ്പം അതിനനുസരിച്ച് എന്ത് ചെയ്തു? ഇവിടുത്തെ ഫോട്ടോ കറണ്ടിന്റെ വാല്യൂ കൂടി. മൊത്തം ഇലക്ട്രോൺസ് ഒഴുകി ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്കും പിന്നീട് കറണ്ട് കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും പോകുന്നത്. ആ കറണ്ടിനെയാണ് നമ്മൾ സാച്ചുറേഷൻ കറണ്ട് എന്ന് പറയാം. ഓക്കെ, ഇനി ഈ എക്സ്പെരിമെന്റ് തന്നെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തു ചെയ്യാൻ വേണ്ടി വീണ്ടും I1 ഇതിൽ ഇൻസിഡന്റ് ചെയ്യിപ്പിച്ചു. 10 ഫോട്ടോൺ അതേ വന്ന് ഇടിച്ചു. 10 ഇലക്ട്രോൺസ് പുറത്ത് ചാടി. കുറേ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഒഴുകുന്നുണ്ട്. ഓക്കെ, രണ്ടോ എത്രയായിട്ട് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഓപ്പോസിറ്റ് പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ കളക്ടർ പ്ലേറ്റിന് ഞാൻ ഓപ്പോസിറ്റ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഇങ്ങോട്ടേക്ക് വന്ന ഇലക്ട്രോൺസ് എല്ലാം തിരിച്ചു പോകാൻ തുടങ്ങും. അങ്ങനെ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഫോട്ടോ കറണ്ട് കുറയത്തില്ലേ? ഫോട്ടോ കറണ്ട് വാല്യൂ കുറഞ്ഞ് ഏതോ ഒരു പർട്ടിക്കുലർ പൊട്ടൻഷ്യൽ കൊടുക്കുന്ന സമയത്ത് അതിന്റെ ഫോട്ടോ കറണ്ട് കംപ്ലീറ്റ്ലി സീറോ ആവും. ആ പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയാം. ഇതാണ് അതിന്റെ ഗ്രാഫ് മുകളിലത്തെ വരച്ചാൽ മതി. ഇതാണ് ഗ്രാഫ്. ഇതിനകത്തെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ഇത് സാച്ചുറേഷൻ പോയിന്റ് എന്നാണേ. ഇത് ഒന്ന് ഓർത്ത് വെച്ചോളും. സാച്ചുറേഷൻ പോയിന്റ് ആണേ. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ എക്സ്പെരിമെന്റ് തന്നെ ഞാൻ 3 ഇന്റൻസിറ്റി ചെയ്യാൻ പോവാം. ഇപ്പൊ നമ്മൾ I1 എന്ന് പറയുന്ന ഒരു ഇന്റൻസിറ്റി മാത്രമാണ് ഈ എക്സ്പെരിമെന്റ് ചെയ്തത്. ഞാൻ I1 ചെയ്തിട്ട് ഇനി അടുത്ത I2 ഇന്റൻസിറ്റിയിലും I3 ഇന്റൻസിറ്റിയിലും ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഗ്രാഫ് എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് അടുത്തത്. ഈ സെയിം സാധനം തന്നെ ഇന്റൻസിറ്റി ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ഇന്റൻസിറ്റിയെ ഡിഫറെന്റ് ആക്കാൻ പോവാം. ഓക്കെ ആണല്ലോ? അതാണ് മൂന്നാമത്തെ ഗ്രാഫ് എന്ന് പറയുന്നത്. എഫക്റ്റ് ഓഫ് എന്താണ്? പൊട്ടൻഷ്യൽ ഓഫ് ഫോട്ടോ കറണ്ട് എന്താണ്? അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എഫക്റ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഓഫ് കളക്ടർ പ്ലേറ്റ് വിത്ത് റെസ്പെക്ട് ടു എമിറ്റർ പ്ലേറ്റ് ഓൺ ഫോട്ടോ കറണ്ട് എന്നും കൂടെ കൊടുക്കണേ. ഇവിടെ ഓൺ ഫോട്ടോ കറണ്ട് എന്നും കൂടെ കൊടുക്കണം ഹെഡിങ്ങിനകത്തെ. ഓൺ ഫോട്ടോ കറണ്ട് എന്നുകൂടെ കൊടുക്കണേ. അതേപോലെ തന്നെ വീണ്ടും മൂന്നാമത്തെ എഴുതുക. വീണ്ടും മൂന്നാമത്തെ ഇത് എഴുതുക. എഫക്റ്റ് ഓഫ് potential on photocurrent by keeping frequency constant and intensity changing. ഇതാണ് അടുത്ത ഗ്രാഫിന്റെ ഹെഡിങ്. ഇനി ഞാൻ ആ പടം കൂടുതലായിട്ട് പടത്തെ പറ്റിയൊന്നും പറയുന്നില്ല. കാരണം എന്താണ്, പടം നിങ്ങൾ വരച്ചാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ മനസ്സിലാക്കിയതാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അവിടെ എന്താ നടക്കുന്നത് എന്നുള്ള കാര്യം മാത്രം സൈഡിൽ എഴുതി കാണിക്കാം. എന്നിട്ട് അതിനനുസരിച്ച് ഗ്രാഫ് വരയ്ക്കാം. ഓക്കെ, ഗ്രാഫ് ഇവിടെയും നേരത്തെ പോലെ തന്നെ ഗ്രാഫാണ്. ഇങ്ങനെ വരയ്ക്കുന്നു. ഇവിടെ ഫോട്ടോ കറണ്ട്, ഇതിൽ ഫോട്ടോ കറണ്ട് ആണ്. അതേപോലെ തന്നെ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഇങ്ങോട്ടേക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഓക്കെ,
അപ്പൊ നമ്മൾ വീണ്ടും നേരത്തെ നമ്മളിവിടെ ഇന്റൻസിറ്റി ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഞാൻ ആദ്യം I1 ഇന്റൻസിറ്റിയിൽ ഇൻസിഡന്റ് ചെയ്യിപ്പിക്കുന്നു. നമുക്കറിയാം I1 ഇന്റൻസിറ്റിയിൽ 10 ഫോട്ടോൺസ് ഉണ്ടെന്നാണ് ഞാൻ എടുത്തത്. ഉറപ്പായിട്ടും അത് എന്ന് മെറ്റൽ സർഫസിൽ ഇടിച്ചു കഴിഞ്ഞാൽ 10 ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യും. അതിൽ 2 ഇലക്ട്രോൺസിന് തന്നെത്താനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആ 2 ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് മൂലം സീറോ പൊട്ടൻഷ്യലിൽ അവിടെ എന്തുണ്ട്, കുറച്ച് ഫോട്ടോ കറന്റ് ഉണ്ടാവും. പിന്നീട് ഞാൻ ബാറ്ററിക്ക് എന്താണ്, ബാറ്ററി അല്ല, നമ്മുടെ കളക്ടർ പ്ലേറ്റിന് പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ 10ൽ 2 ഇലക്ട്രോൺ എന്നുള്ളത് 3, 4, 5 ഇലക്ട്രോൺസ് കൂടുതൽ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഫോട്ടോ കറന്റ് കൂടുകയും മൊത്തം ഇലക്ട്രോൺസ് ഒഴുകി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ബാക്കി ഒരു സാച്ചുറേഷൻ പോയിന്റ് റീച്ച് ആവുകയും പിന്നീട് കോൺസ്റ്റന്റ് കറന്റ് ആയിട്ട് പോവുകയും ചെയ്യും. ഇത് I1 ഇന്റൻസിറ്റിയുടെ ഗ്രാഫാണ്. ഇനി ഇത് തന്നെ നെഗറ്റീവ് ഡയറക്ഷനിലോട്ട് ചെയ്യണമല്ലോ. ഞാൻ കളക്ടർ പ്ലേറ്റിന് നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ വന്ന ഇലക്ട്രോൺസ് എല്ലാം റിപ്പൽ ചെയ്ത് പുറകിലോട്ട് പോവുകയും ഇത് ഏതോ ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യലിന്റെ വാല്യൂവിൽ ആ ഫോട്ടോ കറന്റ് സീറോ ആവുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്, അതിനെയാണ് നമ്മൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് വിളിച്ചത്. അതിനെ V0 എന്ന് വിളിക്കും. ഓക്കെ, ഇനി അടുത്ത ഇന്റൻസിറ്റി ചേഞ്ച് ചെയ്യണം. ഞാൻ അടുത്ത എക്സ്പെരിമെന്റിനകത്ത് ഞാൻ ഇന്റൻസിറ്റി കൂട്ടി I2 ആക്കി. നമുക്കറിയാം I1 ഇന്റൻസിറ്റിയിൽ 10 ഫോട്ടോൺസ് ഉള്ളതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ I2ൽ എന്തായാലും 20 ഫോട്ടോൺ ഉണ്ടെന്ന് വിചാരിച്ചു. 10 ഫോട്ടോൺ 10 ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്യിക്കെങ്കിൽ 20 ഫോട്ടോൺ 20 ഇലക്ട്രോൺസിനെ ഉറപ്പായിട്ട് ഇജക്ട് ചെയ്യുമെന്ന് കരുതുക. ഇതെല്ലാം എക്സാമ്പിൾ ആണ് കേട്ടോ, നിങ്ങൾക്ക് ഈ ഗ്രാഫ് മനസ്സിലാക്കാനുള്ള എക്സാമ്പിൾ ആണ്. അപ്പൊ 10 ഇലക്ട്രോൺസിൽ 2 ഇലക്ട്രോൺസിന് തന്നെത്താനെ ഫ്ലോ ചെയ്യാനുള്ള കഴിവ് ഉണ്ടാവുമെങ്കിൽ 20 എണ്ണത്തിൽ അറ്റ്ലീസ്റ്റ് 4 എണ്ണത്തിനെങ്കിലും ഒഴുകാനുള്ള കറന്റ് ഉണ്ടാവും. അതായത് സീറോ പൊട്ടൻഷ്യലിൽ 4 ഇലക്ട്രോൺസ് അങ്ങോട്ടേക്ക് ഒഴുകുന്നുണ്ടെന്ന് കരുതുക. അപ്പൊ നമുക്കറിയാം 2 ഇലക്ട്രോൺസ് ഒഴുകുന്ന കറന്റിനെക്കാളും കൂടുതൽ ഫോട്ടോ കറന്റ് ആയിരിക്കും 4 ഇലക്ട്രോൺസ് ഒഴുകുമ്പോൾ. അപ്പൊ നോക്കിയേ, ഈ ഗ്രാഫിന്റെ കുറച്ചുകൂടെ മുകളിലായിട്ട് കണ്ടോ, കുറച്ചുകൂടെ മുകളിലായിട്ട് നമ്മൾ അടുത്ത, അതായത് I2 ഇന്റൻസിറ്റിയുടെ സീറോ പൊട്ടൻഷ്യൽ ഉള്ള കറണ്ട് മാർക്ക് ചെയ്യുക. കാരണം അവിടെ 4 ഇലക്ട്രോൺസ് ഒഴുകി ഉണ്ടാകുന്ന കറണ്ടാണ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഈ എക്സ്പെരിമെന്റ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഞാൻ കളക്ടർ പ്ലേറ്റിന് പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് റിയോസ്റ്റാറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൂടുതൽ പൊട്ടൻഷ്യൽ കൊടുക്കും തോറും ആ 20 ഇലക്ട്രോൺസും ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുന്നു. അതിനെ സാച്ചുറേഷൻ പോയിന്റ് എന്ന് വിളിക്കുന്നു. പിന്നീട് കറണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തു, അതിന്റെ ഫോട്ടോ കറന്റ് കുറഞ്ഞ് ആദ്യത്തെ I1 ഇന്റൻസിറ്റിയിൽ ഫോട്ടോ കറന്റ് സീറോ ആയ അതേ വാല്യൂവിൽ തന്നെയാണ് ഈ I2 ഇന്റൻസിറ്റിയിലുള്ള ഫോട്ടോ കറന്റും സീറോ ആവുന്നത്. ഓക്കെ, ഇനി ഞാൻ I3 ഇന്റൻസിറ്റി എടുക്കാൻ പോവാണ്. നമുക്കറിയാം I1 ഇന്റൻസിറ്റിയിൽ 10 ഫോട്ടോണും I2 ഇന്റൻസിറ്റിയിൽ 20 ഫോട്ടോണും ആണെങ്കിൽ I3 ഇന്റൻസിറ്റിയിൽ 30 ഫോട്ടോൺ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇജക്ട് ചെയ്യുന്നത്, അല്ല വന്ന് വീഴുന്നത്. അപ്പൊ 30 ഫോട്ടോൺ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 30 ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യും. അതായത് 20 എണ്ണത്തിൽ 4 എണ്ണത്തിന് തന്നെത്താൻ ഒഴുകാനുള്ള കഴിവുണ്ടെങ്കിൽ 30 എണ്ണത്തിൽ അറ്റ്ലീസ്റ്റ് 6 എണ്ണമെങ്കിലും ഒഴുകാനുള്ള കഴിവുണ്ടാവും. അപ്പം 4 എണ്ണം ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ കറണ്ട് ആയിരിക്കും 6 എണ്ണം ഒഴുകുമ്പോഴുണ്ടാകുന്ന കറണ്ട്. അപ്പം ഈ വാല്യൂസിനെക്കാട്ടിലും ഇപ്പൊ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ പോയിന്റിനെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതൽ മുകളിലായിരിക്കും അതിന്റെ സീറോ പൊട്ടൻഷ്യലുള്ള ഫോട്ടോ കറണ്ട്. വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കളക്ടർ പ്ലേറ്റിന് കൂടുന്നതിനനുസരിച്ച് കൂടി അത് 30 ഇലക്ട്രോൺസ് ഒഴുകി കളക്ടർ പ്ലേറ്റിൽ വരുമ്പോൾ അവിടെ ഒരു മാക്സിമം പോയിന്റ് റീച്ച് ചെയ്യുന്നു. പിന്നീട് കറണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത് I3. വീണ്ടും നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യത്തെ 2 ഇന്റൻസിറ്റിയിലും ഫോട്ടോ കറന്റ് സീറോ ആയത് ഏത് നെഗറ്റീവ് പൊട്ടൻഷ്യലിലാണോ ആ നെഗറ്റീവ് പൊട്ടൻഷ്യലിൽ തന്നെയാണ് ഇപ്പോഴും സീറോ ആയിരിക്കുന്നത്. ഇതിനർത്ഥം എന്താണെന്നറിയോ, ഇന്റൻസിറ്റി ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല എന്നാണ് അതിനർത്ഥം. അതിനർത്ഥം ഇന്റൻസിറ്റി നിങ്ങൾ കൂട്ടി കൊണ്ടുവന്നിട്ടും ആ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, അതായത് ഫോട്ടോ കറന്റ് സീറോ ആകുന്ന പൊട്ടൻഷ്യൽ എല്ലാ ഇന്റൻസിറ്റിക്കും സെയിം ആണെന്നുള്ളതാണ് ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ നിങ്ങൾ ആ ഗ്രാഫിന്റെ താഴോട്ട് രണ്ട് കാര്യം എഴുതുക. From the graph it is clear that stopping potential is independent on intensity എന്നാണ് ഈ ഗ്രാഫിന്റെ അർത്ഥം. സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇന്റൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ ഗ്രാഫ് മീൻ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർക്കുക. അപ്പൊ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഞാൻ അത് ഇവിടെ എഴുതാന്നാ പറഞ്ഞത്, പക്ഷെ അതിന്റെ അടുത്ത ഗ്രാഫ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനകത്ത് നമുക്ക് എഴുതാം. ഓക്കെ, ഞാൻ ഇവിടെ 2 എണ്ണം എഴുതാന്നാ പറഞ്ഞത്, നമുക്ക് അടുത്ത ഇതിനകത്ത് എഴുതാം.
അടുത്ത ഗ്രാഫ് എന്താണെന്ന് അറിയാമോ? ഇനിയും 2 ഗ്രാഫുകളുണ്ട്. അടുത്ത ഗ്രാഫ് പറയുന്നത് എന്താണെന്നറിയോ? ഈ എക്സ്പെരിമെന്റ് നടത്താൻ പോവാണ്, പക്ഷെ 3 ഡിഫറെന്റ് ഫ്രീക്വൻസിയിലാണ് നടത്താൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ 3 ഇന്റൻസിറ്റി ഉള്ള ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യിപ്പിച്ചെങ്കിൽ 3 ഫ്രീക്വൻസിയിലുള്ള ലൈറ്റിനെ ഇൻസിഡന്റ് ചെയ്യിപ്പിക്കാൻ പോവാ. അപ്പോൾ ഉണ്ടാകുന്ന ഈ വ്യത്യാസങ്ങൾ എങ്ങനെയാണ്, ഗ്രാഫ് എങ്ങനെയാന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കാം. അപ്പം ഇങ്ങനെ എഴുതിക്കോളൂ: എഫക്റ്റ് 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 ഓഫ് പൊട്ടൻഷ്യൽ 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 ഓൺ ഫോട്ടോ കറണ്ട് ഓൺ ഫോട്ടോ കറണ്ട് ഓൺ ഫോട്ടോ കറണ്ട് by keeping intensity constant. Intensity നമ്മൾ constant ആക്കി വെച്ചിരിക്കുകയാണ്. Intensity constant and frequency changing. Frequency changing. ഇവിടെയും ഗ്രാഫിന് നമുക്ക് പൊട്ടൻഷ്യൽ വെച്ചിട്ട് തന്നെയാണ് ഇത് പറയുന്നതെന്നുള്ളത് തന്നെ വീണ്ടും ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇങ്ങോട്ടും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇങ്ങോട്ടും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടെ മുകളിലോട്ട് ഫോട്ടോ കറണ്ട്. ഇത് ഫോട്ടോ കറണ്ട് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇനിയും ചെയ്യാൻ പോകുന്ന എല്ലാവരും ശ്രദ്ധിച്ചോണം. ഇവിടെ ശ്രദ്ധിച്ചിട്ട് വരയ്ക്കണം, എപ്പോഴും ശ്രദ്ധിച്ചിട്ട് വരയ്ക്കുക. ഞാൻ ഇന്റൻസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല, അതായത് I1 ഇന്റൻസിറ്റി തന്നെയാണ്. നമുക്കറിയാം I1 ഇന്റൻസിറ്റിയിൽ നമുക്ക് 10 ഫോട്ടോൺസ് ഉണ്ടാവും ലൈറ്റിനകത്ത് എന്നാണ് പറയുന്നത്. 10 ഫോട്ടോൺ ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ 10 ഇലക്ട്രോൺസ് ഇജക്റ്റ് ആവുമെന്നാണ് നമ്മൾ പഠിച്ചത്. അതിൽ ഫ്രീക്വൻസി ന്യൂ1 ആണെങ്കിൽ, ന്യൂ1 ആണ് ഫ്രീക്വൻസി ആദ്യം കൊടുക്കുന്നത്. അപ്പോൾ ആലോചിച്ചോണം, ഫ്രീക്വൻസി കൂടുവാണെങ്കിൽ എനർജി കൂടും എന്നുള്ള കാര്യം ആലോചിച്ചോണം. നമുക്കറിയാം മാക്സ് പ്ലാങ്കിന്റെ തിയറി വെച്ചിട്ട് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണ്. അത് നമ്മൾ E = h nu എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി കൂടിയാൽ എനർജി കൂടുമെന്നാണ് പറയുന്നത്. അതായത് ഫ്രീക്വൻസി കൂടിയാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോൺസിന്റെ എനർജി കൂടും, അത് പോയിട്ട് ഇടിച്ച് ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എനർജിയും കൂടും എന്നുള്ള അർത്ഥം മനസ്സിലാക്കുക. അപ്പം ന്യൂ1 ഫ്രീക്വൻസിയിലാണ് ഈ I1 ഇന്റൻസിറ്റി ഉള്ള ലൈറ്റ് ഇൻസിഡന്റ് ചെയ്യിപ്പിക്കുന്നത്. 10 ഫോട്ടോൺസ് ഇടിച്ചു, 10 ഇലക്ട്രോൺസ് പുറത്തിയാടി. അപ്പം നമുക്കറിയാം ന്യൂ1 ഫ്രീക്വൻസിയിലെ എനർജി അതിനനുസരിച്ച് ഉള്ളതുകൊണ്ട് തന്നെ 2 ഇലക്ട്രോൺസിന് മാത്രമേ തന്നെത്താനെ ഇലക്ട്രോൺ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള എനർജി ഉള്ളൂ. നേരത്തെ കേസ് തന്നെയാണ്. അപ്പം ആ 2 ഇലക്ട്രോൺസ് ഒഴുകുമ്പോൾ ഒരു കറണ്ട് ഉണ്ടാവുമല്ലോ. അപ്പം 0 വോൾട്ടിൽ ഒരു എന്താ ഉണ്ടാവും? ഒരു ഫോട്ടോ കറണ്ട് ഉണ്ടാവും. ഓക്കെ ആണല്ലോ. ഇനിയും അവിടെ ആ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവാണ്. എന്താണ്, ഞാൻ കളക്ടർ പ്ലേറ്റിന് പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുകയാണ് കമ്മ്യൂട്ടേറ്ററിന്റെ സഹായത്തോടു കൂടി. കൂടുതൽ റിയോസ്റ്റാറ്റ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എനിക്കുണ്ടല്ലോ ഏതോ ഒരു പർട്ടിക്കുലർ വാല്യൂ വരുമ്പോഴത്തേക്കും എന്താ, മൊത്തം ഇലക്ട്രോൺസും അങ്ങോട്ടേക്ക് ഒഴുകി പോവുകയും അങ്ങനെ ഒരു ഫോട്ടോ എന്താണ്, ഒരു മാക്സിമം സാച്ചുറേഷൻ പോയിന്റ് റീച്ച് ആവുകയും പിന്നീട് കോൺസ്റ്റന്റ് ആയിട്ട് കറണ്ട് പോവുകയും ചെയ്യും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഇത്. ഇനി ഇത് നെഗറ്റീവ് ഡയറക്ഷനിലോട്ട് ഓപ്പോസിറ്റ് പൊട്ടൻഷ്യൽ കൊടുക്കുന്ന സമയത്ത് നോക്കിയോ, ഇങ്ങനെ വന്നിട്ട് ഏതോ ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ വാല്യൂ വരുന്ന സമയത്ത് ഈ ഫോട്ടോ കറണ്ട് 0 ആവും. ഇതിനെ നമുക്ക് V0 വേണമെങ്കിൽ 1 എന്ന് എടുക്കാം. കാരണം എന്താണെന്നുള്ള 1 എന്ന് എടുത്തതിന്റെ കാരണം എന്താണെന്നുള്ള കാര്യം ഞാൻ പിന്നെ പറയാം. ഇനിയും നമ്മൾ ഈ സെയിം കണ്ടീഷൻ ഇന്റൻസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. അതിനർത്ഥം എന്താ, 10 ഫോട്ടോൺസും 10 ഇലക്ട്രോൺസും തന്നെയാണ് ഇജക്ട് ചെയ്യുന്നതെന്നാണ്. എന്നാൽ ഫ്രീക്വൻസി ന്യൂ2 ആക്കി, അതായത് ആദ്യത്തിനേക്കാളും കുറച്ചുകൂടെ കൂട്ടി. അപ്പം ന്യൂ1 ഫ്രീക്വൻസിയിൽ 2 ഇലക്ട്രോൺസിനെ പുറത്ത് എന്താണ് അങ്ങോട്ടേക്ക് തന്നെ മൂവ് ചെയ്യാനുള്ള എനർജി ഉള്ളെങ്കിൽ ഫ്രീക്വൻസി കൂട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ എനർജി കൂടും. അപ്പം ഈ 10 ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുന്നതിൽ അറ്റ്ലീസ്റ്റ് 4 എണ്ണത്തിനെങ്കിലും അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള, തന്നെത്താനെ മൂവ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നുള്ള കാര്യം ആലോചിക്കാം. ഇപ്പൊ 2 ഇലക്ട്രോൺസിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ ആണ് 4 ഇലക്ട്രോൺസ്, അതുമൂലം ഉണ്ടാകുന്ന ഫോട്ടോ കറണ്ടും കൂടുതലായിരിക്കും. അപ്പം 0 പൊട്ടൻഷ്യലിൽ ന്യൂ2 ഫ്രീക്വൻസിയിൽ 4 ഇലക്ട്രോൺസ് തന്നെ ഒഴുകുന്നതുകൊണ്ട് അതിന്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 0 പൊട്ടൻഷ്യൽ ഉള്ള കറണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഇനിയും ഈ പറഞ്ഞ പോലെ എക്സ്പെരിമെന്റ് നടത്തുന്ന സമയത്ത് എന്താണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൂട്ടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഫോട്ടോ കറണ്ടും എന്ത് ചെയ്യുന്നു, കൂടുന്നു. കൂടി 10 ഇലക്ട്രോൺസും ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ നോക്കിയേ, നമുക്കറിയാം 10 ഇലക്ട്രോൺസ് ഇനി ഏത് ഫ്രീക്വൻസി പോയാലും 10 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ഒഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള കറണ്ട് സെയിം അല്ലേ. അപ്പം ഇത് മാക്സിമം ആകുന്ന പോയിന്റിൽ തന്നെ ആയിരിക്കും അടുത്തതും മാക്സിമം ആവുന്നത്. അതായത് ആദ്യത്തെ ന്യൂ1, ഇത് ന്യൂ1 ഫ്രീക്വൻസി ആണ്. ന്യൂ1 ഫ്രീക്വൻസിയിൽ മാക്സിമം ആവുന്ന സാച്ചുറേഷൻ പോയിന്റ് തന്നെയായിരിക്കും രണ്ടാമത്തേന്. ഓക്കെ, ഇത് ന്യൂ2ന്റെ ഗ്രാഫാണ്, ഇത് ന്യൂ2. ഇനിയും ഇതേപോലെ തന്നെ ഞാൻ ന്യൂ3 എന്ന് പറയുന്ന ഫ്രീക്വൻസിയിൽ ലൈറ്റിനെ ഇൻസിഡന്റ് ചെയ്യിക്കാൻ പോവാം. അപ്പം ന്യൂ3യിലും ഫോട്ടോന്റെ എണ്ണം ഇന്റൻസിറ്റി I1 തന്നെയാണ്. അപ്പൊ ഫോട്ടോന്റെയും ഫോട്ടോ ഇലക്ട്രോണിന്റെ എണ്ണം എന്ത് ചെയ്യത്തില്ല, വ്യത്യാസമില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ന്യൂ3 ആകുമ്പോൾ കുറച്ചുകൂടെ എനർജി ഫ്രീക്വൻസി കൂടുതലായതുകൊണ്ട് 10 ഇലക്ട്രോൺസിൽ 4 ഇലക്ട്രോൺസ് ആണ് കഴിഞ്ഞ തവണ പുറത്ത് ചാടിയെങ്കിൽ, തന്നെത്താനെ മൂവ് ചെയ്യുന്നതെങ്കിൽ 10 ഇലക്ട്രോൺസിൽ ഇവിടെ അറ്റ്ലീസ്റ്റ് 6 ഇലക്ട്രോൺ എങ്കിലും തന്നെത്താനെ മൂവ് ചെയ്യും. അപ്പൊ നമുക്കറിയാം 6 ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫോട്ടോ കറണ്ട് 4 ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നതിനേക്കാളും കൂടുതലായതുകൊണ്ട് ഇതിന്റെ 0 പൊട്ടൻഷ്യൽ കുറച്ചുകൂടെ കൂടിയ ഫോട്ടോ കറണ്ട് ആയിരിക്കും ഉണ്ടാകുന്നത്.
അവിടെയും ഈ സെയിം എക്സ്പെരിമെന്റ് ചെയ്യുന്നു. എന്താണ് പൊട്ടൻഷ്യൽ കൂടുതൽ കൊടുക്കുന്നു, കൊടുത്ത് പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്ത് കൂട്ടി കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം 10 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തേതും 10 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഭാഗത്ത് തന്നെയായിരിക്കും ഇതും എന്ത് ചെയ്യുന്നത്, ഇതിന്റെ സാച്ചുറേഷൻ പോയിന്റും. ഓക്കെ ആണല്ലോ. ഇനി നോക്കിയോ, നേരത്തെ ഇങ്ങോട്ടുള്ള വരച്ചില്ല. നേരത്തെ ന്യൂ ഫ്രീക്വൻസിയിൽ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോൾ ആദ്യത്തെ ഫോട്ടോ കറന്റ് 0 ആകുന്ന നെഗറ്റീവ് പൊട്ടൻഷ്യലിലല്ല, ഇപ്പോൾ രണ്ടാമത്തെ ഫ്രീക്വൻസിയിലുള്ള എന്താണ് ഫോട്ടോ കറന്റ് 0 ആയിരിക്കുന്നത്. അതിനെ നമുക്ക് ന്യൂ 0 അല്ല V02 എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ ന്യൂ3 ഫ്രീക്വൻസിയിൽ എന്താണ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോൾ ഈ ഫോട്ടോ കറന്റ് കുറഞ്ഞ് ആദ്യത്തെ രണ്ട് ഫോട്ടോ കറന്റ് 0 ആകുന്ന പൊട്ടൻഷ്യലിനേക്കാളും കുറച്ചുകൂടെ കൂടിയ നെഗറ്റീവ് ഡയറക്ഷനിലാണ്, ഇങ്ങോട്ട് നെഗറ്റീവ് ഡയറക്ഷനിലല്ലേ, നെഗറ്റീവ് ഡയറക്ഷനിൽ കൂടിയ ഒരു വാല്യൂവിലാണ് ഇതിപ്പോൾ 0 ആയിരിക്കുന്നത്. അത് ന്യൂ 03 എന്ന് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ ഗ്രാഫ് വരുന്നത്. അപ്പൊ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഫ്രീക്വൻസി മാറിയപ്പോൾ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ മാറി. അപ്പം നേരത്തെ ഇന്റൻസിറ്റി മാറ്റിയപ്പോൾ അത് മാറിയില്ലായിരുന്നു. അപ്പം ഇവിടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം കൺഫേം ആക്കാം, ഫ്രീക്വൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാം. പിന്നെ വേറൊരു കാര്യം കൂടി ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാം. എന്താണെന്നറിയാമോ, വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കാം. ഫ്രീക്വൻസി കൂട്ടിയാലും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ അല്ല, സാച്ചുറേഷൻ പോയിന്റിന്റെ വാല്യൂ മാറുന്നില്ല. കണ്ടോ, അതിനർത്ഥം എന്താണെന്നറിയോ, അതായത് മാക്സിമം ഇന്റൻസിറ്റി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ 10 ഫോട്ടോൺസ് ഇടിക്കത്തുള്ളൂ. 10 ഫോട്ടോൺസ് ഇടിക്കുമ്പോൾ മാക്സിമം 10 ഇലക്ട്രോൺസ് എന്ത് ചെയ്യത്തുള്ളൂ, പുറത്തു വരത്തുള്ളൂ. അപ്പം നിങ്ങൾ ഇനി എത്ര ഫ്രീക്വൻസി കൊടുക്കുകയാണെന്ന് പറഞ്ഞാലും ഈ 10 ഇലക്ട്രോൺസ് അല്ലേ ഒഴുകത്തുള്ളൂ. അപ്പൊ അവിടുത്തെ സാച്ചുറേഷൻ പോയിന്റും സെയിം ആയിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഇവിടെ ഫ്രം ദിസ് ഗ്രാഫ് it is clear that value of stopping potential depends on frequency of incident radiation. അതായത് നമുക്ക് ഇങ്ങനെ എഴുതേണ്ടി വരും, ന്യൂ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0 എന്ന് എഴുതേണ്ടി വരും. ഓക്കെ ആണല്ലോ. തിരിച്ചും എങ്ങനെ വേണം എഴുതാം, തിരിച്ചു മറിച്ചും എഴുതാം. ഒരു ഗ്രാഫ് കൂടെ ഉണ്ട്. ഒരു ഗ്രാഫ് കൂടെ കഴിഞ്ഞാൽ ഗ്രാഫ് എല്ലാം തീർന്നു. അത് എന്താണെന്നറിയാമോ, എഫക്റ്റ് ഓഫ് ഫ്രീക്വൻസി ഓൺ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ. അതായത് ഇതിന്റെ ഗ്രാഫാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇത് ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ഒന്നും ചെയ്യണ്ട, ഇതിനെ എക്സ് ആക്സിസ് കൊണ്ട് വരയ്ക്കുക, ഇതിനെ വൈ ആക്സിസ് വരയ്ക്കുക, ഇതിനെ എക്സ് ആക്സിസ് വരയ്ക്കുക, സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫ് വരയ്ക്കുക. അത്രേ ഉള്ളൂ കാര്യം. അപ്പൊ അതും കൂടെ ആ ഗ്രാഫ് കൂടെ ഒന്ന് നമുക്ക് വരച്ചേക്കാം. ആ ഗ്രാഫ് കൂടെ വരച്ചു കഴിഞ്ഞാൽ ഗ്രാഫിക്കൽ കൺസെപ്റ്റ് എല്ലാം തീരും. നോക്കിക്കോളൂ, ഗ്രാഫിക്കൽ കൺസെപ്റ്റ് എല്ലാം തീരും. എഴുതിക്കോ, എഫക്റ്റ് ഓഫ് ഫ്രീക്വൻസി, നാലാമത്തെ ഗ്രാഫല്ലേ വരയ്ക്കുന്നത്. എഫക്റ്റ് ഓഫ് ഫ്രീക്വൻസി on stopping potential. അപ്പം ഗ്രാഫ് നോക്കിക്കോളൂ, ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്. ഇവിടെ നമുക്ക് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0 മാർക്ക് ചെയ്യാം, ഇവിടെ ഫ്രീക്വൻസി മാർക്ക് ചെയ്യാം. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ രണ്ട് മെറ്റലിന്റെ കേസാണ് എടുക്കാൻ പോകുന്നത് ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ. മെറ്റൽ എയും മെറ്റൽ ബിയും. ഓക്കെ, മെറ്റൽ എയുടെ ഞാൻ ഫ്രീക്വൻസി, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ പെതുക്കെ ഫ്രീക്വൻസി ഇങ്ങനെ കൂട്ടി കൊണ്ടുവരികയാണ്. പക്ഷെ ഇവിടെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടുന്നില്ല. എന്നാൽ ഏതോ ഒരു വാല്യൂ ഓഫ് പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ഫ്രീക്വൻസി വന്നപ്പോഴത്തേക്കും ഇതിന്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടാൻ തുടങ്ങി. ഇതെന്റെ ഗ്രാഫിങ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന മെറ്റലിന്റെ ഗ്രാഫാണ്. എന്നാൽ ബി എന്ന് പറയുന്ന മെറ്റലിന്റെ ഗ്രാഫ് വരച്ചപ്പോൾ ഞാൻ പെതുക്കെ ഫ്രീക്വൻസി കൂട്ടിക്കൊണ്ട് വന്നെങ്കിലും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന്റെ വാല്യൂവിന് ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ല. എന്നാൽ കൂട്ടി ഏതോ ഒരു പർട്ടിക്കുലർ വാല്യൂ വന്നപ്പോൾ തൊട്ട് ഇത് പെതുക്കെ കൂടാൻ തുടങ്ങി. കണ്ടോ, ഇത് മെറ്റൽ ബിയുടെ ഗ്രാഫാണ്. അപ്പം ഇവിടെ എന്താണെന്നറിയാമോ, ഇവിടെ നിന്ന് ഇവിടം വരെ
അതിന്റെ ത്രഷോൾഡ് ഫ്രീക്വൻസി, അതായത് എ എന്ന് പറയുന്ന മെറ്റലിന്റെ മിനിമം ഫ്രീക്വൻസി. അതേപോലെ തന്നെ ഇവിടുന്ന് ഇവിടം വരെ ബി എന്ന് പറയുന്ന ആളുടെ ത്രഷോൾഡ് ഫ്രീക്വൻസിയാണ്. എന്താണെന്നറിയാമോ? നമുക്കറിയാം ഓരോ സർഫസ് മാറുന്നതിനനുസരിച്ച് അതിന്റെ ഓരോ മെറ്റൽസ് മാറുന്നതിനനുസരിച്ച് അതിന്റെ നേച്ചർ മാറുന്നുണ്ട്. അതിന്റെ നേച്ചർ മാറുന്നതിനനുസരിച്ച് ഫോട്ടോ കറണ്ട് വന്ന് വീഴുന്ന സമയത്ത് അത് ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണവും അതേപോലെ മൂവ് ചെയ്യുന്നതിന്റെ സ്പീഡും അതിന്റെ എനർജിയൊക്കെ ഡിഫറെന്റ് ആവുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ എ എന്ന് പറയുന്ന മെറ്റലിന് ത്രഷോൾഡ് ഫ്രീക്വൻസി വളരെ കുറവായിരുന്നു. അതായത് കുറച്ച് ഫ്രീക്വൻസി കൂട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും എന്ത് ചെയ്തു? അതിന്റെ അതിന്റെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടാൻ തുടങ്ങി. എന്നാൽ മെറ്റൽ ബിക്ക് കുറച്ചുകൂടെ ഫ്രീക്വൻസി കൂട്ടിക്കൊണ്ടുപോയപ്പോഴാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന് ഇൻക്രീസ് ഉണ്ടായത്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കോണം. അതായത് ന്യൂ എ എന്ന് പറയുമ്പോൾ ത്രഷോൾഡ് ഫ്രീക്വൻസി ഓഫ് എ. ന്യൂ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രഷോൾഡ് ഫ്രീക്വൻസി ഓഫ് ബി. ഇനി ത്രഷോൾഡ് ഫ്രീക്വൻസി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ മിനിമം എനർജി റിക്വയർഡ് ടു, അതും കൂടെ വേണമെങ്കിൽ ഒരു ഡോട്ട് ഇട്ടിന്റെ താഴോട്ട് എഴുതാം. ത്രഷോൾഡ് frequency is the minimum frequency required by a metal to eject an electron from their surface. വർക്ക് ഫംഗ്ഷന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ വന്ന് വീഴുന്ന ലൈറ്റിന്റെ എനർജിനെയാണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, മിനിമം എനർജി. അപ്പോൾ ആ എനർജിയുടെ ഫ്രീക്വൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് ഈ ഹാൾവാച്ച് ആൻഡ് ലെനാർഡ് എക്സ്പെരിമെന്റിന്റെ ഇത്രയും ഗ്രാഫിക്കൽ റെപ്രസെന്റേഷന്റെ ഒരു കൺക്ലൂഷൻ ആയിട്ട് ഒരു 8 പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. ആ 8 പോയിന്റ് എഴുതി കഴിഞ്ഞാൽ ഈ ഹാൾവാച്ച് ആൻഡ് ലെനാർഡിന്റെ കഴിഞ്ഞു. പിന്നെ നമുക്ക് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പഠിക്കാനുണ്ട്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ന്യൂമറിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിക്കണം. ഒരു ചെറിയൊരു ഡെറിവേഷൻ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ തീരും. ഓക്കെ, പിന്നെ ഇതും കൂടെ പഠിക്കണം. വേവ് കൺസെപ്റ്റ്, അതുകൂടെ പഠിക്കണം. ഒരു ക്ലാസ് കൂടെ മതി തീരാനായിട്ട്. പക്ഷെ ഇപ്പൊ ഈ 8 പോയിന്റ് കൂടെ എഴുതിക്കോളൂ. 8 പോയിന്റ് കൂടെ എഴുതിയാലേ നാളെ തീരത്തുള്ളൂ. ലോ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എഴുതിക്കോളൂ. ലോ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്നൊരു ഹെഡിങ് കൊടുക്കുക. ലോ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്നൊരു ഹെഡിങ് കൊടുക്കുക. ലോ ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓരോ പോയിന്റ് വൈസ് എഴുതുകയാണ് കേട്ടോ. ഒന്നാമത്തേത് ഫോട്ടോ കറണ്ട് ഈസ് ഡയറക്ട്ലി proportional to intensity of incident light. രണ്ടാമത്തേത് സാച്ചുറേഷൻ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ ഗ്രാഫിനകത്ത് ഓരോന്ന് പറഞ്ഞതാണ്. അതെല്ലാം പോയിന്റ് വൈസ് ആക്കുകയാണ്. ഒരു പ്രാവശ്യം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് പോയിന്റ് വൈസ് ആയിട്ട് തരുന്നത്. സാച്ചുറേഷൻ കറണ്ട് ഈസ് found proportional to intensity of incident light. ഇല്ലേ, I1 I2 I3 ആയപ്പോഴാണ് അതിന്റെ സാച്ചുറേഷൻ കറന്റ് വാല്യൂ മാറിയത്. ഇന്റൻസിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്. അടുത്തത് the stopping potential is independent on intensities.
നമുക്കറിയാം ഇന്റൻസിറ്റി മാറിയപ്പോഴും സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഒരു വ്യത്യാസവും ഇല്ലായിരുന്നു. അടുത്തത് ദ വാല്യൂ ഓഫ് സാച്ചുറേഷൻ കറണ്ട്, സാച്ചുറേഷൻ കറണ്ട് ഈസ് ഇൻഡിപെൻഡന്റ് ഓൺ ഫ്രീക്വൻസി. ശരിയല്ലേ? നമ്മൾ ഫ്രീക്വൻസി പലത് കൊടുത്തിട്ടും അതിന്റെ സാച്ചുറേഷൻ വാല്യൂ എന്താണ്? ഒരു സിംഗിൾ ഒരൊറ്റ പോയിന്റ് തന്നെയാണ് വരുന്നത് ഇല്ലേ? ഇസ് ഇൻഡിപെൻഡന്റ് ഓൺ ഫ്രീക്വൻസി. അതേപോലെ തന്നെ the stopping potential is directly proportional to frequency of incident light. There exists a certain minimum frequency called threshold frequency below which no emission takes place. In the electron emission is spontaneous process. It is a spontaneous process. As there is no time lag between incidence and emission. Time lag between incidence of light on metal and emission of electron from it. അതായത് സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. അതായത് വന്ന് വീണാൽ അപ്പം തന്നെ ഇലക്ട്രോൺ ഇജക്ട് ചെയ്യും. അല്ലാതെ വന്ന് അത് വീണ് അവിടെ കസേരയൊക്കെ ഇട്ടിരുന്ന് ചായ കുടിച്ച് പെതുക്കിയല്ല ഇതാകുന്നത്. മനസ്സിലായോ? വന്ന് വീഴുമ്പോൾ അപ്പം തന്നെ എന്ത് ചെയ്യും? ഇത് എമിറ്റ് ചെയ്യും. അതിനാണ് സ്പോണ്ടേനിയസ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനിയും ഒരു കാര്യം കൂടെ, അതായത് ഒരു പോയിന്റ് കൂടെ ഉണ്ട്. അത് ഒരു ചെറിയ ഡെറിവേഷൻ ആണ്. ആ ഡെറിവേഷൻ മസ്റ്റായിട്ടും പഠിക്കണം. ന്യൂമറിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമാണ്. അത് പോയിന്റ് ആണ്. ഒരു 3-4 സ്റ്റെപ്പിനുള്ളിൽ തന്നെ തരാമേ. അതായത് നമുക്കറിയാം ഒരു how velocity and kinetic energy is directly proportional to frequency. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത് ഡെറിവേഷനിലൂടെ. ഓക്കെ. അത് prove that kinetic energy is directly proportional to frequency എന്നോ അല്ലെങ്കിൽ velocity is directly proportional to frequency എന്നൊക്കെ പറഞ്ഞായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ. അപ്പൊ അത് തെളിയിക്കാൻ വേണ്ടി നമുക്കറിയാം nu is directly proportional to stopping potential ആണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു ഇല്ലേ? ഇത് ഇക്വേഷൻ 1 എന്ന് അവിടെ കൊടുക്കട്ടെ. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യം, നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ചാർജ് ആണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിനകത്ത് പഠിച്ചിട്ടുണ്ട്. ഇവിടത്തെ കേസിൽ അത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് V0 ഈസ് ഈക്വൽ ടു W/Q. ഇവിടെ ഇലക്ട്രോൺ ആണ് ഒഴുകുന്നത് കൊണ്ട് ഈ Q എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആയിട്ട് എടുക്കാം. V0 ഈസ് ഈക്വൽ ടു W/E എന്ന് എടുക്കാം. ഓക്കെ. അവിടെ നിന്ന് നമുക്ക് W ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? W ഈസ് ഈക്വൽ ടു V0 ഇൻറ്റു E എന്ന് എടുക്കാം. ഓക്കെ ആണല്ലോ? അതവിടെ കിടക്കട്ടെ. നമുക്കറിയാം വർക്ക് ഡൺ ഈസ് stored as kinetic energy and potential energy. ശരിയല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വർക്കിനെ നമുക്ക് കൈനറ്റിക് എനർജി ആക്കി എടുക്കാം. നമുക്കറിയാവുന്ന ഒരു കാര്യം therefore നമുക്ക് ഇങ്ങനെ എഴുതാം. therefore W എന്തിന് ഈക്വൽ ആയിരിക്കും? കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആയിരിക്കും. ആണല്ലോ?
കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇപ്പൊ W നമ്മൾ എന്തുവാ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലാണ്. അതായത് V0 ഇൻറ്റു ഇ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം KE എന്ന് എഴുതാം. ശരിയല്ലേ? KE എന്ന് പറയുമ്പോൾ ഹാഫ് എം വി സ്ക്വയർ അല്ലേ? അപ്പൊ V0 ഡയറക്ട്ലി അല്ല V0 ഇൻറ്റു ഇ ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ എന്ന് എഴുതാം അല്ലയോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഇവിടെ എന്താണ് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് V0 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈനറ്റിക് എനർജി എഴുതാമല്ലോ. അതിൽ നിന്ന് നമുക്ക് എന്തെന്ന് എഴുതാം V0യും μ0യും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഇതിൽ നിന്ന് μ0 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈനറ്റിക് എനർജി എന്ന് എഴുതാം. അതെന്തുകൊണ്ടാ? നമുക്കറിയാം V0യും അതേപോലെ തന്നെ ന്യൂവും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പം ഇതിന് പ്രൊപ്പോർഷണൽ ആണ്, ഇതിന് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാം കൈനറ്റിക് എനർജിയും ഫ്രീക്വൻസിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതേപോലെ തന്നെയാണ് ഇവിടെ നോക്കിയോ, ഇത് കോൺസ്റ്റന്റ് ആണ്, ഇതെല്ലാം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ V0 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി എന്ന് കിട്ടും. ഇത് വെലോസിറ്റി ആണ്, വെലോസിറ്റിനെ ഇങ്ങനെ എഴുതാം. അപ്പം അത് ഓട്ടോമാറ്റിക്കലി എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ വെലോസിറ്റി ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഫ്രീക്വൻസിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നാണ്, അല്ല അങ്ങനെയാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താ, ഇവിടുത്തെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും ഫ്രീക്വൻസിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അതിൽ നിന്നപ്പോൾ നമുക്ക് വെലോസിറ്റി അല്ല ഫ്രീക്വൻസി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമുക്ക് എന്താണെന്ന് എഴുതാം ഫ്രീക്വൻസി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി എന്ന് വേണമെങ്കിൽ എഴുതാം. കണ്ടോ, ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. രണ്ടും പ്രൂവ് ചെയ്തു. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. നോക്കിയേ, നമ്മൾ എന്തുവാ പ്രൂവ് ചെയ്തത്? കൈനറ്റിക് എനർജിയും വെലോസിറ്റിയും ഫ്രീക്വൻസിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയത് എങ്ങനെ? അതിന്റെ ആൻസറാ പറഞ്ഞത്. ഓൾറെഡി ഫ്രീക്വൻസി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല. നമ്മൾ ഈ ഇക്വേഷൻ എല്ലാം സോൾവ് ചെയ്തിട്ട് ഫ്രീക്വൻസി എന്താണ് എന്തിന് കൈനറ്റിക് എനർജി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് കണ്ടുപിടിച്ച് വെച്ചു. അപ്പൊ കൈനറ്റിക് എനർജി സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഈ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഫ്രീക്വൻസിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ പിന്നെന്താ, അപ്പം പിന്നെ ഫ്രീക്വൻസിയും കൈനറ്റിക് എനർജിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുമല്ലോ. ഇല്ലേ? തിങ്സ് വിച്ച് ആർ ഈക്വൽ ടു സെയിം തിങ് ആർ ഈക്വൽ ടു വൺ അനദർ എന്ന് പറഞ്ഞൊരു സാധനം 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് തിങ്സ് വിച്ച് ആർ ഈക്വൽ ടു സെയിം അല്ലെങ്കിൽ അതർ എന്താണ്, അതായത് A ഈസ് ഈക്വൽ ടു ബി എന്ന് പറയാണ്, B ഈസ് ഈക്വൽ ടു സി എന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ A ഈസ് ഈക്വൽ ടു സി. കണ്ടോ, ഇതാണ് കൺസെപ്റ്റ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് പ്രൂവ് ചെയ്തത്. ഇത് തന്നെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ 2023 ഈ ക്വസ്റ്റ്യൻ 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതായത് പ്രൂവ് ദാറ്റ് എന്താണ് കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇൻഡയറക്റ്റ് ആയിട്ട് വേറൊരു രീതിയിൽ ഇതിന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചായിരുന്നു. അതുകൊണ്ട് ഇത് തന്നതാണ്. ഇത് പഠിക്കുക. ഇനി നമുക്ക് ഒറ്റ ടോപ്പിക് കൂടെ പഠിക്കാനുള്ളത്, അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. അതിന്റെ എന്താണ് പാർട്ടിക്കിൾ നേച്ചർ വെച്ചിട്ടുള്ള എക്സ്പ്ലനേഷനും ഇത് തന്നെയാണ്, കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. പിന്നെ എന്താണ് ഡി ബ്രോഗിലിയുടെ കൺസെപ്റ്റൂടെ പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ തീരും. ഓക്കെ, നാളെ കൊണ്ട് ഈ ചാപ്റ്റർ തീർക്കാം. അപ്പോൾ ഇങ്ങനെ നിൽക്കട്ടെ.